ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നല്ല അടിപൊളി ഒരു എഗ്ഗിന്റെ റെസിപ്പിയാണ്. നമ്മളെല്ലാവർക്കും അറിയാം അല്ലേ, ചിക്കൻ 65. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. നമുക്ക് എല്ലാത്തിൻ്റെ സൈഡ് ഡിഷ് ആയിട്ട് ഒക്കെ കിട്ടാറുമുണ്ട്, കഴിക്കാറുമുണ്ട് അല്ലേ. അപ്പം അതേപോലെ ചിക്കൻ 65 അല്ല, എഗ്ഗ് 65 എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് ഈ എരിപൊരി എഗ്ഗ് 65 എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇതാ നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് മാത്രമാണ്. ഒരു 8 മീഡിയം സൈസ് മുട്ട പുഴുങ്ങി വെള്ള മാത്രം ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തിട്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല പൊടികളും ഉപ്പൊക്കെ ചേർത്തിട്ട് ചെറിയൊരു ഇതിൻ്റെ മുകളിൽ പുരട്ടാനേ മസാല തേച്ച് പിടിപ്പിക്കാൻ ഉണ്ടാക്കണേ. നമ്മുടെ മുട്ടയിലേക്ക് കുറച്ച് മസാലകളും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വെക്കാം. ഒരു മാരിനേഷൻ, ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി, ഇതേപോലെ ഒരു 10 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ജീരകപ്പൊടി, നമ്മളെ ക്യുമിൻ പൗഡർ കേട്ടോ, 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ ചിക്കനിലൊന്നും ഇടുമ്പോൾ ഉപ്പ് ഇടരുത്, മുട്ടയിലാണ്. മുട്ടയ്ക്ക് കുറച്ച് ഉപ്പ് മതി. പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉപ്പ് മാത്രമേ, ഒരു 1/4 to 1 ടീസ്പൂണ് ഉപ്പ് മതി. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ മസാല ഒക്കെ പരട്ടിയതിനു ശേഷം ചേർത്തി കൊടുത്താൽ മതി. ഇനി വേണ്ടത് 1/2 കപ്പ് തൈരാണ്. നമുക്ക് നല്ല വൃത്തിയുള്ള കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണും കയ്യിലൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്താൽ ഈ മുട്ട പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മെല്ലെ കൈ വെച്ചിട്ട് നന്നായിട്ട് മെല്ലെ മെല്ലെ നന്നായിട്ട് ആദ്യം ഒന്ന് ഈ മസാലകളൊക്കെ അല്ലേ, പൊടികളും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് ഈ മുട്ടയിലെല്ലാത്തിലും ഒന്ന് എത്തുന്നത് വരെ മിക്സ് ചെയ്യേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് നമ്മളെ കടലപ്പൊടിയാണ്. അതേപോലെ 1/2 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ അല്ലേ, വെള്ളപ്പത്തിനും പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. അപ്പോൾ കണ്ടോ, നമ്മളെ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. ഓയിൽ ചേർത്തു. ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റിയേക്കണം. 10 to 15 മിനിറ്റ് അത്രയും മതി. നമ്മൾ ചിക്കൻ ഒന്ന് വെക്കുന്ന പോലെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു മസാലൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിത് പൊരിച്ചു കോരാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, ഇതുപോലെ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വിട്ടിടണേ, ഒന്നിച്ചിടരുത്. മസാല കൂട്ടിയിട്ട് ചെറുതാക്കി എടുക്കുക. ഇതിലേക്ക് സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും കേട്ടോ. നമ്മൾ കുട്ടികൾക്കിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇപ്പം ചിക്കനൊന്നുമില്ല, മീനോ അങ്ങനെയൊന്നുമില്ല എങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുക. ഇതന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്തിനെങ്കിലും ചപ്പാത്തിക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കുക ഒക്കെ ചെയ്യാം. ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ക്രിസ്പി ആകുമ്പോൾ സമയത്ത് നമുക്ക് എടുത്ത് കോരി എടുക്കാം. കണ്ടോ, ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റേ. ഒരു ഓട്ടപാത്രത്തിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ, എപ്പോഴും ടിഷ്യൂ പേപ്പറിനേക്കും നല്ലത് നമ്മൾ ഒരു ഓട്ടപാത്രത്തിലേക്ക് കോരി മാറ്റുന്നതാണേ. അപ്പോൾ ആ ക്രിസ്പിനെസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ബാച്ച് ആയിട്ടേ ഉള്ളൂ. ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഇട്ട് പൊരിച്ചെടുക്കട്ടെ. ശ്രദ്ധിക്കണം, മുട്ട പുറമെ ഉണ്ടെങ്കിൽ മസാല കവർ ചെയ്ത് തന്നെ ഇടാൻ ശ്രദ്ധിക്കാം. കവർ ചെയ്യാതെ മുട്ട പുറത്തേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി തെറിക്കാണ്ടാവും. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് മാറി നിന്നിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ എഗ് 65 എല്ലാം കോരി മാറ്റിയിട്ടു എണ്ണേന്ന്. ഇനി നമുക്കൊരു ചെറിയ ഒരു 2-3 സെക്കൻഡ് പണിയൂടെ ഉണ്ട്. നമ്മൾ എണ്ണ ഓഫാക്കിയില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അതിലേക്ക് ചതച്ച ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 2-3 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും. ഇതൊന്നൊന്ന് മൂത്താൽ നമുക്ക് കോരിയിട്ട് നമ്മുടെ ചിക്കൻ്റെ മേലേക്ക് ഇട്ടാൽ കഴിഞ്ഞു തരുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കോരിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം. ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി എരിപൊരി എഗ്ഗ് 65 ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ പൊരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇവിടെ കിട്ടുന്നില്ല. അപ്പോഴേക്കിന് എന്നെ തെലുങ്കും വലങ്ങും യസും അമൻസും എടുത്ത് ഓടുക.
അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുമില്ല ഇങ്ങനെ തന്നെ കറുമുറാന്ന് കഴിച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ കെച്ചപ്പ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസിൻ്റെ കൂടെ കഴിക്കുക. ഇനി ചോറിൻ്റെ കൂടെ പൊരിച്ചു കൊടുക്കുമ്പോൾ ചിക്കൻ ചോറും ബിരിയാണീൻ്റെ കൂടെ പൊരിക്കുക. ചിക്കൻ ബിരിയാണിയും എഗ് 65 ഒക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്